അങ്ങനത്തെ ഹോളുണ്ട് അവിടെ. നമ്മുടെ ഓറഞ്ച് റിബണൊക്കെ കിട്ടിയ നമ്മുടെ മോള് വന്നു. ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, റോയൽ വ്യൂ ഹോട്ടൽ. ആൻഡ് ഇവിടെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങി ചുമ്മാ നടക്കാനുള്ള സെൻറ്റർ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. ഞാൻ ഓൾറെഡി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ബെഡ്, ഒരു ബെഡ് സൈഡ് ടേബിൾ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് കബോർഡ് ഉണ്ട്, വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ലോക്കർ പോലത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ ഒരു ഡ്രസ്സർ പോലെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ബാഗ്സ് ഒക്കെ അടുക്കി വെക്കാം. ഇവിടെ ഒരു ഡ്രസ്സർ പോലെ. ഇനി ഒരു 2-3 ദിവസത്തേക്ക് നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. രണ്ട് ദിവസത്തേക്ക്. ഇവിടെ ഇങ്ങനെ വിൻഡോ മാറ്റിയാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആണ് കാണുന്നത്. ഈ വിൻഡോ ഓപ്പൺ ആക്കുകയും ചെയ്യാം. ഇങ്ങനൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയും കുറച്ച് ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇങ്ങനെ ഡ്രോവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ ചൂടായതുകൊണ്ട്. പിന്നെ ഒരു മിനി ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും ഇല്ല, ജസ്റ്റ് മിനി ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും തണുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ആയിട്ടാണ് മിറർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു മിററുണ്ട്, ഇവിടെ ഒരു മിററുണ്ട്. 2 മിററുണ്ട്, ഫുൾ സൈസ് മിറർ. സോ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതാണ് വാഷ്റൂം. വാഷ്റൂമിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ഡോർ വെച്ചിട്ടാണ് ഷവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ടവൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ടോയ്ലറ്ററീസ് ഉണ്ട്, ആൻഡ് ഡ്രയർ ഉണ്ട്, ഹെയർ ഡ്രയർ ഉണ്ട്, കണ്ടീഷണർ, ബോഡി ലോഷൻ, ബാത്ത് ലോഷൻ, സോപ്പ് എല്ലാം ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റൂം. സോ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ കാരിഫോർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ ഒരു റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. സോ നമ്മൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനൊപ്പം തന്നെ അവിടെ മനാർ മാളും കൂടിയുണ്ട്. സോ ഒന്ന് കണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. സോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇത് എൻ്റെ കസിൻ സിസ്റ്ററാണ്. ഇവരുടെ മസ്കറ്റിലാണ് താമസിക്കുന്നത്. സോ ഞാൻ പറഞ്ഞില്ലേ, രമണി അമ്മച്ചിയുടെ മോൻ്റെ മോളാണ്. സോ മോനും വൈഫും വന്നിട്ടുണ്ട്. അവരും നമ്മുടെ കൂടെ തന്നെ ഇന്ന് ഈ ഒരു കാരിഫോർ കാണാനായിട്ട് വരുന്നുണ്ട്. സോ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റാണ്, ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. അതാണ് രണേഷ് ചാച്ചനൊക്കെ വന്ന കാർ. അവർ മസ്കറ്റിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴും അവർക്ക് വിസ എടുക്കണം. ഇപ്പം കാറിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിക്കുകയാണ്.
എങ്ങനെയാണ് കാറെന്നൊക്കെ എല്ലാവരും. അപ്പം ക്രെറ്റയാണ്, ഹുണ്ടായി ക്രെറ്റയാണ് അവരുടെ കാറ്. നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ക്യാരി 4 കാണാൻ പറ്റും. ആൻഡ് ഇന്ന് ഇവിടെ ഈദുൽ ഫിത്തറിൻ്റെ ഇതായതുകൊണ്ട്, ഈദിൻ്റെ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് മോസ്റ്റ് ഷോപ്സും അടച്ചിട്ടുണ്ടാവും. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ല ട്രാഫിക് റൂൾസാണ് ഇവിടെ. റോഡ്സ് ആണെങ്കിലും ഭയങ്കര നല്ലതാണ്. നല്ല സ്പീഡിലാണ് ഇവിടുത്തെ വണ്ടികളെല്ലാം പോകുന്നത്. ഇപ്പോൾ കണ്ടറിയാം നല്ല സ്പീഡിലാണ്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ ഓടി ക്രോസ് ചെയ്തിരിക്കുകയാണ്. ടെസ്ല കാറാണ് പോകുന്നത്. അനന്തു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അനന്തു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഇവിടുത്തെ കാറുകൾ കണ്ടിട്ടായിരിക്കും. ബിക്കോസ് ഹീ ജസ്റ്റ് ലവ് ഇറ്റ്. ഞങ്ങൾ അവിടെ മനസ്സംതൃപ്തി കണ്ടെത്തുന്നത് പോർഷയുടെ 2 സീറ്റേഴ്സും അമ്മാതിരിയുള്ള നല്ല ലുക്കുള്ള കാറുകളും കണ്ടാണ്. പക്ഷേ ഇവിടെ തലങ്ങും വലങ്ങും നോക്കിയാൽ എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറി ബ്രാൻഡ് കാർസാണ് ഇവിടെ ഉള്ളത്. ഇത്രയും നേരം വന്നിട്ട് അമ്മയും ഞാനും കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല ഗൈസ്. ഞാൻ ഫുൾ ടൈം ഈ വ്ളോഗ് ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെ ഇങ്ങനെ ബിസിയായിരുന്നു. അന്നെ എന്നോട് ചോദിച്ചു അമ്മയും ചേച്ചി കൂടെ ഉള്ള ഫോട്ടോ എനിക്ക് അയച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഫോട്ടോ എടുത്തില്ല. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഞാൻ കാണുന്ന എല്ലാം എൻ്റെ വീഡിയോയിൽ വരണം എന്നുള്ള ആ ഒരു ഭയങ്കര ആഗ്രഹത്തിലാണ്. പക്ഷേ അമ്മ ഓൾറെഡി ഇവിടെ വന്ന ഒരു ഫുൾ അമ്മ എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇത് അതാണ്, അവിടെ പാർക്കുണ്ട്, ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനൊരു ജേർണി എനിക്ക് കിട്ടുമെന്നുള്ളത്. താങ്ക്ഫുൾ ടു അമ്മ. അപ്പോൾ എന്തായാലും അത് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ അമ്മ കണ്ട കാര്യങ്ങളൊക്കെ എനിക്കും കാണാൻ പറ്റുന്നു ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര ലക്കിയാണ്. കയറാൻ പോവാണ്. നമ്മുടെ ലുലുവിലെ പോലെ മൊബൈൽ കവർ, ഹെഡ്സെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു മാൻ മെയ്ഡ് ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് അതിൻ്റെ വ്യൂ ആണ് ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണിച്ചു തന്നത്, എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന്. സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ സൈഡിലാണ് ഈ മനാർ മാളിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നൈറ്റ് വ്യൂ ഒക്കെ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര രസമുള്ള സീനാണ്. സോ ഒരു ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു. എനിക്കങ്ങനെ ഇത്ര ഐറ്റംസിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ബട്ട് എല്ലാം കണ്ടോ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ദേ ആർ സോ ഫ്രണ്ട്ലി. എല്ലാ ആൾക്കാരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടെ. റോസ്റ്ററീസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. സോ കുറേ അധികം റോസ്റ്റൊക്കെ ഉണ്ട്. എല്ലാം നട്ട്സാണ്. വാൾനട്ട്, പിന്നെ ഹേസൽ നട്ട്, പിസ്ത, അസോർട്ടഡ് ആയിട്ടുള്ള കാഷ്യൂ, പിന്നെ അസോർട്ടഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും 99 ദർഹമൊക്കെയാണ് പറയുന്നത്. ഏകദേശം 23.1 റുപ്പീസാണ് 1 ദർഹം ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പം. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം 99 ദർഹം എന്ന് പറയുമ്പോൾ എത്രയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, ഇവരുടെ ഒരു റേറ്റ് എന്നുള്ളത് കൺവേർട്ട് ചെയ്യും. ഐ എം വെരി വീക്ക് ഇൻ മാത്സ്. സോ ഞാൻ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ ഇരുട്ടി വെളുക്കും. പക്ഷെ കാണുന്നതിന് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതെല്ലാം കാണുകയാണ്. സോ ഇപ്പോൾ നമ്മൾ എവിടേക്ക് പോകാമെന്ന് വെച്ചാൽ എൻ്റെ അങ്കിളിൻ്റെയും ആൻറ്റീൻ്റെയും വീട്ടിൽ പോവാണ്. വനജമ്മയുടെയും ജോസഫയുടെയും വീട്ടിലേക്ക് പോവാണ്. അവിടെ ഒരു പ്രെയർ ഉണ്ട്. സോ നാളെ എൻഗേജ്മെൻ്റ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പ്രെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ പങ്കെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. നമ്മൾ വണ്ടി തപ്പുവാണ്. ഈ കാരിഫോറിൻ്റെ അപ്പുറത്ത് മനാർ മാളുണ്ട്. അവിടെ നല്ല വ്യൂ ആണ്. ആ വ്യൂ ഞങ്ങൾ മിസ്സാക്കി, കാരണം നൈറ്റ് വ്യൂ ആണ് കാണേണ്ടത്. അത് ഞങ്ങൾക്ക് മിസ്സായി. ബട്ട് ലെറ്റ്സ് ഹോപ്പ് നമുക്കത് കാണാൻ പറ്റുമെന്ന്.
സോ ദേ ആ പോകുന്നതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ്. പെൺകുട്ടി ഇങ്ങോട്ട് നോക്കൂ, ഇവളുടെ എൻഗേജ്മെൻ്റ് ആണ് നാളെ. നാളെ സ്റ്റേറ്റസ് കമ്മിറ്റഡ് എൻഗേജ്ഡ് ഒക്കെ ആയി മാറുന്ന ആളാണ്. ഇതാണ് പൂനം ചേച്ചി. പൂനം ചേച്ചിക്ക് നാളാണ്. സോ ഗൈസ്, നമ്മളിവിടെ പ്രെയറൊക്കെ കഴിഞ്ഞു. എന്തായാലും തിരിച്ചു പോവാണ്. എനിക്ക് പ്രെയറൊന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വീട് നിറച്ച ആൾക്കാർ. ഈ ഹോള് ഫുൾ ആൾക്കാരായിരുന്നു. ഇതൊക്കെ കണ്ടോ, ഫുൾ ഷബയ്ക്ക് കിട്ടിയിട്ടുള്ള ട്രോഫീസാണ്. അവൾ ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ടർ, കലാതിലകം അങ്ങനത്തെ ഒരു മോഡലായിരുന്നു. 13 ഐറ്റത്തിൽ പങ്കെടുത്താൽ 13 ഐറ്റത്തിനും എന്തെങ്കിലും വാങ്ങിയിട്ട് പ്രൈസ് അടിച്ചിട്ട് വരുന്ന ടീമാണ് അവൾ. ഇതിനകത്ത് നിറച്ചും ട്രോഫീസ്, മെഡൽസ്, സാധനങ്ങളെല്ലാം ആണ്. ശബനമാണ് നമ്മളുടെ എൻഗേജ്മെൻറ്റ് ഗേൾ. ബ്രൈഡ് ടു ബി ആണ് അവളെയാണ് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചത്. ആൻഡ് അവളുടെ ചേച്ചിയാണ് പൂനം ചേച്ചി. സോ അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. സോ നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. ഇപ്പം ഇറങ്ങിയതിന് ശേഷം നമുക്ക് പറ്റുവാണെങ്കിൽ, ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ മനാർ മാളിൽ പോവും. ശരിക്കും ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാം നോക്കാം. സോ ഹൈ ഗായ്സ്, അപ്പം നമ്മൾ അവിടുത്തെ വീട്ടിൽ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് മനാർ മാളിലേക്ക് ഇറങ്ങി. ഇച്ചിരി ക്യാരിഫോറാണ് ഇവിടെ. അവിടുന്ന് മനാർ മാളിലേക്ക് പോകുന്നിടത്തേക്കാണ്. ഞങ്ങളിവിടെ വരുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം പർച്ചേസിങ് അല്ല, ആക്ച്വലി ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാനാണ്. ഭയങ്കര രസമുള്ള വ്യൂ ആണെന്നാണ് അമ്മ പറയുന്നത്. ആക്ച്വലി അമ്മ അതുകൊണ്ട് എന്തായാലും ഇനിയൊരു സമയം കിട്ടാൻ ചാൻസ് കുറവാണ്. നാളെ ഞങ്ങൾക്ക് ഈ എൻഗേജ്മെൻറ്റ് 6 മണി തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് എത്ര മണി വരെ ഉണ്ടാകുമെന്നറിയില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് പോകും. അത് രാത്രി 12 മണി വരെയോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. സോ നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഇനിയൊരു ഡേ കിട്ടില്ല. സോ ഒട്ടും സമയമില്ല. അപ്പോൾ ഇന്ന് രാത്രി മാത്രമേ ഉള്ളൂ നമുക്ക് വ്യൂ കാണാനുള്ളൊരു അവസരം. സോ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. ഇന്നത്തെ നൈറ്റ് നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ എൻജോയ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്കും അത് കാണിച്ചു തരാം. ഓക്കെ, നയോമി എന്ന് പറഞ്ഞതാണ്. അതിൻ്റെ കളർ ഭയങ്കര ഒരു രസമുള്ളതായിട്ട്. ഇപ്പോൾ ഒരു ഹന്ന ഉണ്ടായിരുന്നെങ്കിൽ ഷി വിൽ ഫോൾ ഫോർ ഇറ്റ്. പിങ്കിഷാണ് ഫുള്ള് അതിൻ്റെ ഒരു ആംബിയൻസും അതിൻ്റെ ഫർണിഷിങ്ങും മുഴുവൻ. കുറേ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ 12 മണിയായി. സോ അവിടെ ഇപ്പോൾ 1:31 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 മണി വരെയൊക്കെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലോസ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള റൈഡാണ്. സോ നമ്മൾ പ്രൊമിനാഡിലേക്ക് പോവാണ്. ദിസ് ഈസ് ദ വ്യൂ. സോ നമ്മൾ ക്യാരിഫോർ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് മനാർ മാളിൻ്റെ ഈ വ്യൂവും ഒരു സ്പേസും ഉള്ളത്. ഇത് നല്ല രസമാണ്, എസ്പെഷ്യലി നൈറ്റ് വ്യൂ നല്ല രസമാണ്. സോ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാര വിഷയമാക്കിയിട്ടുള്ള പ്രൊമിനാഡ്, മനാർ മാൾ പ്രൊമിനാഡ്. ലൈറ്റിങ്, ബോട്ട്, അവിടെ ബോട്ടാണ് തോന്നുന്നു കിടക്കുന്നത്. ലൈക്ക് ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. സോ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാതിരാത്രിക്ക് ഇറങ്ങി നടക്കുന്നത്. സോ ഈ പ്ലേസ് എനിക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തൊരു പ്ലേസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് അമ്മ എനിക്ക് അതിൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചു തന്നത് കാരണം കൊണ്ട് ഐ ഫീൽ സോ ഫെമിലിയർ. ലൈക്ക് ഇത് ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസാണ്, നല്ല രസമുണ്ട്.
ഇത് റമദാൻ പ്രമാണിച്ച് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓ ഐ ലവ് ദിസ് ഗെയിം. എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെൻ്റെ ചൈൽഡ്ഹുഡ് മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഞാനൊരു കുട്ടിയായിരുന്നേനെ എന്നൊക്കെ തോന്നുന്നത് ഇതേപോലെയുള്ള ഗെയിംസാണ്. വിഗാലാൻഡിലൊക്കെ ഐ ജസ്റ്റ് ലവ് ദിസ് കൈൻഡ് ഓഫ് ഗെയിംസ്. ഇതും ക്ലോസ്ഡ്, ഈ ടൈം ക്ലോസ്ഡ് ആണ്. ഇതിപ്പോൾ ഈ ഊഞ്ഞാലിരുന്നൊക്കെ അമ്മ ഫോട്ടോ എടുത്തിട്ടുള്ള പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ടോൾഡ് ലൈക്ക് ഐ ഫീൽ ദിസ് പ്ലേസ് സോ ഫെമിലിയർ. ആൻഡ് ഇവിടെ നല്ല തണുപ്പാണ്. ഇങ്ങനെ നടക്കുമ്പോഴാണെങ്കിലും നല്ല സുഖമാണ്. ഒട്ടും ചൂടൊന്നും എടുക്കുന്നില്ല. നല്ല കാറ്റാണ് ലേക്കിൻ്റെ അവിടെ നിന്ന് വരുന്നത്. അല്ല അമ്മ ഇതിനോടകം ഷാർജ, ദുബായ്, പിന്നെ അബുദാബി ഇവിടെ എല്ലാം 2 മാസം കൊണ്ട് പോയി തീർത്തതിന് ശേഷം അമ്മയുടെ ഒപ്പീനിയൻ വെച്ചിട്ട് ഷി സേസ് ലൈക്ക് റാസ് അൽ ഖൈമ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. It has all the shopping complex, malls, supermarkets, Lulu, everything is here. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ മാളിന് ചുറ്റും കറങ്ങുകയാണ് ചെയ്തത്. നമ്മൾ അറിഞ്ഞു പോലും ഇല്ല ഞങ്ങളിങ്ങനെ വട്ടം കറങ്ങുമായിരുന്നു എന്നുള്ളത്. ബട്ട് ഇറ്റ് വാസ് സോ കൂൾ. സോ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഫുൾ മിറക്കിൾ ഗാർഡൻ മനാർ മാൾ ഫുള്ള് കറങ്ങി തിരിഞ്ഞ് കണ്ട് അതിൻ്റെ ചുറ്റിനൂടെ ഫുള്ള് നടന്ന് അവസാനം നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. നമ്മുടെ ഹോട്ടൽ ഇതാണ്. നമുക്ക് മനസ്സിലായി എവിടെ നിന്ന് തിരിഞ്ഞാലും ഈ മാൾ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താൻ പറ്റുമെന്ന്. സോ ഞാൻ ഇനി കാണാത്ത ഒരു ഹാഫ് ഓഫ് മനാർ മാൾ കാണാൻ പോവാണ്, ലൈക്ക് ഔട്ട്സൈഡ് ഓഫ് മനാർ മാൾ, അതായത് ആ ഗാർഡൻ വ്യൂ കാര്യങ്ങളൊക്കെ. സോ നമ്മൾ ടേൺ ചെയ്ത് തിരിച്ചു പോവാണ് ഗൈസ്. വന്ന വഴി നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഞങ്ങൾക്ക് നട്ടപ്പുരാന്നാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് ലിറ്റിൽ ബിറ്റ്, ബിക്കോസ് വൺ ടൈം ഇൻ മൈ ലൈഫാണ്. എൻ്റെ ലാൻഡ് മാർക്സ് ഇതൊക്കെയായിരുന്നു. എൻ്റെ വിൻഡോയിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണ് ആക്ച്വലി ഈ കണ്ടൽ കാടുകൾ. സോ ദേ അമ്മ നടന്നു പോന്നു. അമ്മ ആരോടെ ഫോണിൽ സംസാരിക്കുകയാണോ? അല്ല, എൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ് പിടിച്ച് പാവം നടക്കുന്നത്. സോ ഗൈസ് എൻ്റെ കൈ കഴിച്ചു. ഇനി അങ്ങോട്ട് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ട് ഇങ്ങോട്ട് വന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം കാണട്ടെ. അതിനുശേഷം പുതിയതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. ഫണ്ട് ബോക്സ്, കുറച്ച് കാറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ അടച്ചു പൂട്ടി. ബേസിക്കലി ഇവിടെ കുറേ അക്വാ ടബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ അടച്ചു പൂട്ടി. സോ യാ, നമ്മളിവിടുന്ന് പറഞ്ഞു വിടുവാണ്. നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ ഗൈസ്. ഇതാണ് നമ്മുടെ മനാർ മാൾ എക്സ്പ്ലോറേഷൻ. സോ അറ്റ് ലാസ്റ്റ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് എൻഡായി. പുതിയ ഡേ തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ 1:45 ഇവിടെ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയി ഇപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. സോ ദ ഫസ്റ്റ് ഡേ വെൻറ്റ് ഓൺ ലൈക്ക് ദാറ്റ്. സോ ഐ ഹോപ്പ് യു ലൈക്ഡ് അവർ ഫസ്റ്റ് ഡേ വീഡിയോ. അപ്പം നെക്സ്റ്റ് ഡേ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ, bye.